മദ്രാസ് ഹൈക്കോടതി മധുര ബെഞ്ചിലെ ജഡ്ജിമാരുടെ ഹിന്ദുത്വാനുകൂല നിലപാടുകൾ ചൂണ്ടിക്കാട്ടി DMK വിമർശനം കടുപ്പിക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസത്തെ ഒരു വിധിന്യായം കൂടി വലിയ ചർച്ചയായിരിക്കുകയാണ്. തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ 2023 സനാതന ധർമ്മത്തിനെതിരെ നടത്തിയ പ്രസ്താവനകൾ വിദ്വേഷ പ്രസംഗമാണ് എന്നാണ് കഴിഞ്ഞ ദിവസം മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് നിരീക്ഷിച്ചത്. ഹിന്ദുമതത്തിനെതിരായ ആക്രമണവും വംശഹത്യ സൂചിപ്പിക്കുന്ന പ്രയോഗവും എന്നാണ് ഉദയനിധിയുടെ വാക്കുകളെ കോടതി വിലയിരുത്തിയത്. എന്നാൽ വിധിയിൽ പ്രതിഫലിച്ചത് ജഡ്ജിയുടെ വ്യക്തിപരമായ വിശ്വാസമോ പ്രത്യയശാസ്ത്രമോ ആണ് എന്ന കടുത്ത വിമർശമാണ് ഇപ്പോൾ DMK തിരിച്ചുന്നയിക്കുന്നത്. പാർട്ടിയെ ഹിന്ദു വിരുദ്ധമെന്ന് ചിത്രീകരിക്കാനാണ് ശ്രമിച്ചതെന്നും DMK ആരോപിക്കുന്നു. വിധിയിൽ പ്രതിഫലിച്ചത് ജഡ്ജിയുടെ പ്രത്യയശാസ്ത്രമോ? RDX റാപ്പ് കാണാം. BJP നേതാവ് അമിത് മാളവ്യക്കെതിരായ FIR റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവിലായിരുന്നു മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് ഉദയനിധി സ്റ്റാലിനെതിരെ കടുത്ത പരാമർശങ്ങൾ നടത്തിയത്. സനാതന ധർമ്മത്തെ ഉന്മൂലനം ചെയ്യണമെന്ന ഉദയനിധിയുടെ വാക്കുകൾ കേവലമായ ഒരു രാഷ്ട്രീയ വിമർശനമല്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. അതൊരു പ്രത്യേക വിഭാഗത്തിനെതിരെയുള്ള വെറുപ്പ് പ്രചരിപ്പിക്കലാണെന്നും മധുര ബെഞ്ചിലെ ജസ്റ്റിസ് S. ശ്രീമതി വിമർശിച്ചു. ദ്രാവിഡ കഴകവും തുടർന്ന് ദ്രാവിഡ മുന്നേറ്റ കഴകവും 100 വർഷമായി ഹിന്ദുമതത്തിനെതിരായ ആക്രമണം നടത്തുന്നുണ്ട്. അതേ പ്രത്യയശാസ്ത്ര പരമ്പരയിൽപ്പെട്ടയാളാണ് ഉദയനിധിയെന്നും വിമർശിച്ചു. വിദ്വേഷ പ്രസംഗങ്ങൾക്ക് തുടക്കമിടുന്നവർ പലപ്പോഴും ശിക്ഷിക്കപ്പെടാതെ പോകുകയാണ്. പക്ഷേ അതിനെതിരെ പ്രതികരിക്കുന്നവർ നിയമ നടപടികൾക്ക് വിധേയരാകേണ്ടി വരുന്നത് വേദനാജനകമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഉദയനിധി ഉപയോഗിച്ച വാക്കുകൾ വംശഹത്യയാണ് സൂചിപ്പിക്കുന്നതെന്നും കോടതി പറഞ്ഞിരുന്നു. എന്നാൽ ജഡ്ജിയുടെ വ്യക്തിപരമായ വിശ്വാസങ്ങളോ പ്രത്യയശാസ്ത്രമോ ഒരു വിധിന്യായത്തിൽ ഇടം നേടരുതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് DMK രംഗത്തെത്തിയിരിക്കുന്നത്. ഹിന്ദുക്കൾക്ക് 69% സംവരണം ഉറപ്പാക്കിയ DMK കഴിഞ്ഞ 100 വർഷമായി ഹിന്ദുവിരുദ്ധമാണെന്ന് പറയാൻ എങ്ങനെ കഴിയുമെന്ന ചോദ്യവും DMK ഉന്നയിക്കുന്നു. RDX റാപ്പ് ന്യൂസ് മലയാളം. വേഗത്തിൽ ബാക്കി കാര്യങ്ങൾ പരിശോധിക്കാം. എന്തായിരുന്നു ഉദയനിധി പറഞ്ഞത് എന്ന് ചിലർക്കെങ്കിലും ഓർമ്മയുണ്ട്. അത് 2021 സെപ്റ്റംബറിലാണ് ഉദയനിധി സ്റ്റാലിൻ രാഷ്ട്രീയ കോളടക്കം സൃഷ്ടിച്ച പരാമർശങ്ങൾ നടത്തിയത്. അതിങ്ങനെയായിരുന്നു: ചില കാര്യങ്ങൾ എതിർക്കാൻ കഴിയില്ല, അവ ഉന്മൂലനം ചെയ്യപ്പെടണമെന്ന് ഉദയനിധി എന്ന് പറഞ്ഞു. ഇല്ലാതാക്കിയാണ് വേണ്ടത്. പകർച്ചപ്പനി, മലേറിയ, കൊറോണ എന്നിവയെ നമുക്ക് എതിർക്കാനാകില്ല, അതിനെ നശിപ്പിക്കുകയാണ് വേണ്ടത്, എലിമിനേറ്റ് ചെയ്യണം. സനാതനധർമ്മത്തെ എതിർക്കുന്നതിന് പകരം അതിനെ ഉന്മൂലനം ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു. വലിയ കോളടക്കം അതേ തുടർന്നുണ്ടായി എന്ന് നമുക്ക് ഓർമ്മയുണ്ട്. മദ്രാസ് ഹൈക്കോടതി മധുര ബെഞ്ചിന് ഹിന്ദുത്വ പ്രത്യയശാസ്ത്ര പക്ഷപാതമാണ് എന്ന ആരോപണമാണ് ഇപ്പോൾ DMK കോടതിക്കെതിരെ ഉയർത്തിയിരിക്കുന്നത്. കേസുകളിൽ സ്വീകരിക്കുന്നത് ബ്രാഹ്മണിക്കൽ സ്വഭാവമുള്ള സമീപനമാണ് എന്നും ആക്ഷേപം DMKക്കുണ്ട്. ജസ്റ്റിസ് GR സ്വാമിനാഥനെതിരെ ഡിസംബർ 9 DMK ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകിയിരുന്നു. സമാനമായിട്ടുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ ഭരണഘടനാ വിരുദ്ധമായ ഹിന്ദുത്വ പ്രത്യയശാസ്ത്ര അനുകൂലമായി പ്രവർത്തിക്കുന്നു എന്ന് ആ ജഡ്ജിക്കെതിരെ അവർ ആക്ഷേപം ഉന്നയിച്ചു. ബ്രാഹ്മണരായ അഭിഭാഷകർക്ക് ജസ്റ്റിസ് സ്വാമിനാഥൻ കോടതിയിൽ അനാവശ്യ പരിഗണന നൽകുകയാണ്. നീതി നിർവഹണത്തിലെ സുതാര്യതയെ ബാധിക്കുന്നതാണ് നിലപാടെന്നും DMK ഈ വാദമുഖമായിട്ട് ഉയർത്തി. അതിന് പിന്നാലെയാണ് ഈ കേസുണ്ടായത്. ജസ്റ്റിസ് സ്വാമിനാഥൻ്റെ തിരുപ്പറക്കുണ്ട്രം ദീപം കൊളുത്തൽ വിധി വലിയ രാജ്യവ്യാപകമായ ചർച്ചയായിരുന്നു. തിരുപ്പറക്കുണ്ട്രം കുന്നിലെ ദർഗയ്ക്ക് സമീപം ദീപത്തൂണിൽ കാർത്തിക ദീപം തെളിയിക്കാൻ അനുവദിക്കുകയാണ് കോടതി ആ കാര്യത്തിൽ ചെയ്തത്. 80 വർഷമായി ഇവിടെ ദീപം തെളിയിക്കാറില്ല എന്ന DMK സർക്കാർ വാദം തള്ളിക്കൊണ്ടാണ് മധുര ബെഞ്ച് ഇങ്ങനൊരു അനുമതി നൽകിയത്. ബിരുദനഗറിലെ BJP ഓഫീസ് വളപ്പിൽ സ്ഥാപിച്ച ഭാരത് മാതാ പ്രതിമ നീക്കം ചെയ്തതിനെതിരെയും കോടതി വിധിച്ചു. ഭാരത് മാതാ പ്രതിമ ദേശീയ സ്വത്വത്തോടുള്ള സ്നേഹത്തിൻ്റെ ആവിഷ്കാരമാണ് എന്ന് കോടതി നഗ്നമായി തന്നെയും പറഞ്ഞു. സംവരണാനുകൂല്യത്തിന് ക്രിസ്തുമതം സ്വീകരിച്ച ദളിതർ തിരികെ ഹിന്ദുമതത്തിലെത്തണമെന്നും കോടതിയുടെ ഭാഗത്ത് നിന്ന്, രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തുനിന്നല്ല, കോടതിയുടെ ഭാഗത്ത് നിന്ന് പ്രസ്താവനയായിട്ട് വന്നു എന്നതൊക്കെ അത്ഭുതപ്പെടുത്തിയതാണ്. ഷബ്ന നമുക്ക് കൂടുതൽ വിവരങ്ങൾ നൽകും. ഷബ്ന, ഇതിപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ പറയുന്നത് പോലെയുള്ള പ്രസ്താവനകൾ വരുന്നല്ലോ എന്ന് തോന്നലുണ്ടാകും വിധമാണ് ചില വിധികളെങ്കിലും ഉണ്ടാകുന്നത്, ചില പരാമർശങ്ങളെങ്കിലും ഉണ്ടാകുന്നത്. എങ്ങനെയാണ് അതിനെ കാണുക? സനീഷ്, ഈ ജസ്റ്റിസ് ശ്രീമതിയുടെ ഈ വിധി നമുക്ക് ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ തലക്കെട്ടുകളൊക്കെ വായിക്കുമ്പോൾ ഇതിൽ പറഞ്ഞ ആളുകൾക്കെതിരെ കേസില്ല, പകരം ഇതിനെ വിമർശിച്ച ആളുകൾക്കെതിരെയാണ് കേസെടുത്തത്, ആ കേസാണ് തങ്ങൾ റദ്ദാക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഈ ജസ്റ്റിസ് ശ്രീമതി ഉന്നയിച്ചിരുന്നു. അല്ലെങ്കിൽ അത്തരത്തിലൊരു നിരീക്ഷണം നടത്തിയാണ് ഈ കേസിൽ ഈ BJP നേതാവിനെതിരെയുള്ള കേസ് റദ്ദാക്കുന്നത്. എന്നാൽ അതിൻ്റെ ഉത്തരവിലേക്ക് പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള കടുത്ത പരാമർശങ്ങൾ നടത്തുന്നത്. ഈ ഉദയനിധി സ്റ്റാലിൻ നടത്തിയ പരാമർശത്തെ വളരെ വിമർശനാത്മകമായി ഈ ജഡ്ജ് കാണുന്നതും ആ രീതിയിൽ ഹിന്ദുത്വ അജണ്ട ഒളിച്ചു കടത്തുന്ന ഒരു വിധി പ്രസ്താവം എന്ന രീതിയിലേക്ക് വരുന്നതും ഇതിന് സമാനമാണ്. ഈ കഴിഞ്ഞ ദിവസം ഇതേ ബെഞ്ചിൽ നിന്നൊരു വിധിയുണ്ടായി. അത് കൂടുതൽ ചർച്ചയായില്ല. അത് ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടാണ്. ആ വിധിയിലും ഇതുപോലെ തന്നെ ലിവിങ് റിലേഷനിൽ പെടുന്ന സ്ത്രീകൾക്ക് ഭാര്യ പദവി നൽകണം എന്നാണ് ഈ ജഡ്ജ് പറയുന്നത്. അപ്പോൾ ഈ വിധി നമ്മൾ ആദ്യഘട്ടത്തിൽ വായിക്കുമ്പോൾ അതൊരു സ്ത്രീപക്ഷ വിധിയാണ്, വളരെ പുരോഗമന
വിമർശനാത്മകമായ ചിന്തയാണ് എന്നൊക്കെ തോന്നും. കാരണം ലിവിംഗ് റിലേഷൻ ഒരിക്കലും നിയമപരമല്ല എന്ന് മറ്റു കോടതികൾ പറയുന്നതിനിടയ്ക്കാണ് ഈ ഭാര്യ പദവി വേണമെന്ന് പറയുന്നത്. പക്ഷേ ജഡ്ജ് അതിന് കണ്ടെത്തിയ, ജസ്റ്റിസ് ശ്രീമതി അതിന് കണ്ടെത്തിയ, അല്ലെങ്കിൽ അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ഇന്ത്യയിൽ പരമ്പരാഗതമായി പുരാതന കാലം മുതൽ പ്രണയ വിവാഹങ്ങൾ അംഗീകരിച്ചിരുന്നു. ഗന്ധർവ വിവാഹമാണ് ഈ ലിവിംഗ് റിലേഷൻസ്. ഗന്ധർവ വിവാഹമായി പരിഗണിച്ച് അവർക്ക് ഭാര്യ പദവി നൽകണമെന്ന്. അതായത് നിയമത്തിലെയോ അല്ലെങ്കിൽ സ്ത്രീപക്ഷ രീതിയിലോ ഒന്നുമല്ല, പരമ്പരാഗത ഇന്ത്യയിലെ പ്രണയ വിവാഹങ്ങൾ അംഗീകരിച്ചിരുന്നു. ഗന്ധർവ വിവാഹമായി ഇതിനെ പരിഗണിക്കണം എന്ന രീതിയിലാണ് ഈ ഒരു വിധി പ്രസ്താവം. അത് ഇന്നലെയാണ് അത്തരത്തിൽ അത് കൂടുതൽ ചർച്ചയാവാത്ത ഒരു വിധിയാണ്. ഇതേ ബെഞ്ചിൽ നിന്ന്, ജസ്റ്റിസ് ശ്രീമതിയുടെ ബെഞ്ചിൽ നിന്നാണ് ഇത്തരം ഒരു വിധി ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ജഡ്ജിമാർ വിധി പറയുമ്പോൾ ഇവരുടെ ഉള്ളിലുള്ള, അല്ലെങ്കിൽ ഇവർ ഏത് രീതിയിലാണ്, നിയമത്തെ നോക്കിയിട്ടാണോ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ചില പരമ്പരാഗതമായ രീതിയോ അല്ലെങ്കിൽ പാരമ്പര്യം അത്തരത്തിലുള്ള കാര്യങ്ങളാണോ നോക്കുന്നത്, ഏത് രീതിയിലാണ് എന്ന് ഈ രണ്ട് വിധികളിൽ നിന്ന് തന്നെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെയാണ് ജസ്റ്റിസ് സ്വാമിനാഥനുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് സ്വാമിനാഥനെതിരെ നിരന്തരമായി ഇത്തരത്തിൽ ആക്ഷേപമുയർന്നു. അതിനുശേഷം ഒരു പുസ്തകം, ജസ്റ്റിസ് സ്വാമിനാഥനെതിരെയുള്ള ഒരു പുസ്തകം വരികയും ആ പുസ്തകത്തിൻ്റെ കവർച്ചട്ട ഈ കാവി പിടിച്ച, കാവി നിക്കറിട്ട ഈ ജസ്റ്റിസിൻ്റെ ഒരു പടം വെച്ചിട്ടുള്ള ഒരു പുസ്തകമായിരുന്നു. ആ പുസ്തകം ഈ പുസ്തക പ്രദർശനത്തിന് തടയുകയാണ് മദ്രാസ് ഹൈക്കോടതി ചെയ്തത്. ആ ഘട്ടത്തിലും ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഒരു ജനാധിപത്യ രാജ്യത്ത് ജഡ്ജിമാർ വിമർശനത്തിന് അതീതരാണോ എന്നൊരു ചോദ്യം. കാരണം ഇത്തരത്തിലുള്ള വിധി വരുമ്പോൾ ഈ രീതിയിലുള്ള വിമർശനങ്ങൾ പാടില്ലേ, അല്ലെങ്കിൽ ഈ പുസ്തകത്തിൽ എഴുതാൻ പാടില്ലേ, ജഡ്ജിമാരെ വിമർശിക്കാൻ പാടില്ലേ തുടങ്ങിയ ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുണ്ടായിരുന്നു. ഈ പുസ്തകം മദ്രാസ് ഹൈക്കോടതി തടയുകയും ചെയ്തു. അതിൻ്റെ പ്രകാശനം അടക്കമുള്ള നടപടികളിൽ തടയുകയും ചെയ്തിട്ടുണ്ട്. ശരി, നന്ദി ഷബ്ന. വളരെ വലിയ തോതിൽ ചർച്ചയാകേണ്ടുന്ന കാര്യങ്ങളാണ്. ഇതിനകത്ത് ഈ ഗന്ധർവ വിവാഹങ്ങളെക്കുറിച്ചൊക്കെ ഓർത്ത് നടക്കുന്ന ഒരു ജഡ്ജിയാണ് ഇത്തരം കാര്യങ്ങൾ വിധിയായിട്ട് പറയുന്നത്. നമ്മുടെ നീതിന്യായ പീഠങ്ങളിലുള്ളത് എന്താണ് അതിലേറ്റവും അല്ലെങ്കിൽ എന്താ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യം എന്നുകൂടെ പറയട്ടെ. ഇതിനകത്ത് ഒരു കാര്യമുള്ളത്, അംബേദ്കറാണ് നമ്മുടെ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട സൃഷ്ടാവ്. അംബേദ്കറുടെ ഭരണഘടനാ തത്വങ്ങൾക്കനുസരിച്ചാണ് നമ്മുടെ നീതിന്യായ കോടതികളും ഈ പറഞ്ഞ ജഡ്ജിമാരും എല്ലാം പ്രവർത്തിക്കുന്നതെന്ന് നമുക്കറിയാം. മഹാമനീഷി പറഞ്ഞ കാര്യങ്ങളിലൊന്ന്, ദി ഹിന്ദു റിലീജിയൻ ആസ് ഇൻ്റർപ്രറ്റഡ് ബൈ ദ സനാതനികൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ഹിന്ദു മതം ഈസ് എ കളക്ഷൻ ഓഫ് റൂൾസ് വിച്ച് ഡിനൈ ലിബർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. ഈ പറയുന്ന സംഗതികളെല്ലാം എതിർക്കുന്ന സംഗതിയാണ് ഈ സനാതന മതം, ഹിന്ദു റിലീജിയൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. സനാതൻ ധർമ്മ ഈസ് ഒപ്പോസ് ടു ഡെമോക്രസി, ഇറ്റ് ബിലീവ്സ് ഇൻ ഗ്രേഡഡ് ഇനീക്വാലിറ്റി എന്നും, അതായത് ശ്രേണീകൃതമായ അസമത്വം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഗതിയാണ് ഈ സനാതന ധർമ്മം എന്നൊക്കെ പറഞ്ഞത് അംബേദ്കറാണ്. എന്ന് വെച്ചാൽ ഇതിനെയൊക്കെ വിമർശിക്കാനുള്ള ഇടം ഉള്ളൊരു നാടാണ് നമ്മുടെ നാട്. അവിടെ ഒരാൾ അങ്ങനെ വിമർശിക്കുമ്പോൾ അതെന്തോ വലിയ കുറ്റമായി പോയി എന്ന മട്ടിലാണ് കോടതികൾ പറയുന്നത് എന്നത് അങ്ങേയറ്റം ബുദ്ധിമുട്ടുണ്ടാക്കേണ്ടതാണ്. നമുക്ക് ആ ബുദ്ധിമുട്ടിൻ്റെ ഭാഗമായുള്ള ചർച്ചകൾ അവിടെ ഉണ്ടായിക്കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകും മുമ്പ്, നീതിപീഠങ്ങളാണ് ഏതൊരു പൗരൻ്റെയും അവസാന അഭയം. ഭരണഘടനാപരമായ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നതാകണം നമ്മുടെ നീതിന്യായ സംവിധാനങ്ങൾ. നീതിപീഠങ്ങൾ പക്ഷം ചേരുന്നു എന്ന പ്രതീതി ഉണ്ടാകുമ്പോൾ വിമർശിക്കപ്പെടുന്നതും അതിനാലാണ്. അങ്ങനെ ഒരു സാഹചര്യം ജനാധിപത്യ സംവിധാനത്തിലെ നീതി എന്ന പ്രതീക്ഷയെ തന്നെ അതിവിദൂരവും അപ്രസക്തവുമാക്കും. ഭരണഘടനയാകണം നീതിയുടെയും നിയമത്തിൻ്റെയും അടിസ്ഥാന മൂല്യസ്ഥാനം. RDX അടുത്ത വിഷയത്തിലേക്ക്.